മണിക്കുട്ടിയേ മണിക്കുട്ടിയേ വൈകുന്നേരം ആകുമ്പോൾ നീ വായോട്ടോ എൻ്റെ അടുത്ത് തല നോക്കാനായിട്ട്. അപ്പം ഞാൻ ശരിയാക്കി തരാം. അമ്മ തരാം. മോൻ എവിടെയായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞ കുടുംബത്തിരിക്കണമെന്ന്? ഡാ കുടുംബത്തിരിക്കണമെന്ന് പറഞ്ഞോടാ ഞാൻ. ആ ഇവിടേക്ക് അവിടേക്കിടാ നമ്പ സാമർത്ഥ്യം. വെള്ളം എടുത്തുന്ന ചായ എടുത്തുന്ന അമ്മന് ചായ ആണോ? ഹലോ മണിക്കുട്ടിയെ, എവിടെയായിരുന്നു നീ? കൊറേ നേരം മണിക്കുട്ടിയെ, ഞാൻ അതിഥിയല്ലേ, ഞാൻ എന്റെ വീട്ടില് വിരുന്ന് വന്നല്ലേ, എന്നിട്ട് എന്നെ കൊത്താൻ നിക്ക? എന്താണ് മണിക്കുട്ടിയെ? ഇങ്ങോട്ട് വന്നാ എന്നെ കൊത്തോ മണിക്കുട്ടിയെ? ഇങ്ങോട്ട് വന്നാ. ആ നല്ല കുട്ടിയാണ്, കൊത്തരുത് കേട്ടോ. മണിക്കുട്ടിയെ വേണ്ട മണിക്കുട്ടിയെ, എന്റെ ചെവി അനക്ക് എത്ര ഇഷ്ടമായോ? ഇങ്ങനെ നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ മണിക്കുട്ടിയെ? അതാ എന്റെ അമ്മ ൂടി വന്ന് അയ്യോ എടുത്തോളൂ. ശരിക്കും കൊത്തിയാണ്. നിങ്ങളെന്താ നോക്കിയേക്കണ്? ഞാൻ അപ്പഴേ ചെവിയൊക്കെ കൊത്തി പറിച്ചപ്പഴേ വില്ലനോ? നല്ല കഥ. എന്താണ് ഒന്നും മിണ്ടാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്നെങ്ങനെ കൊത്തിക്കൂട്ടണേ? ചോറാണോ? ചായ കുടിക്കണ്ടേ? സുലൈമാനെയൊക്കെ അടിക്കണ്ടേ? വെള്ളം തണുത്ത വെള്ളം കുടിക്കുള്ളൂ. തണുത്ത വെള്ളമല്ല, ഞാനിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് തിന്നതാണ്. മോനെ പിണങ്ങല്ല കേട്ടോ, നമ്മുടെ പൊന്നാണ് കേട്ടാ. എന്തിനാ പണങ്ങി പോയിക്കുന്നേ? പിണങ്ങി പോയത് അവനെ അവരവിടുന്ന് മീൻ കൊടുത്ത് വടക്കന്നെ. അപ്പൊ അത് തിന്ന് വയറിഞ്ഞപ്പോ അവനക്ക് കളിക്കാൻ പോയതാണ്. അങ്ങനെ കൂട്ടുകാരനെ കൂട്ടി ഇങ്ങോട്ടൊക്കെ വരുമോ? വീട്ടിൽ കയറ്റൂല? ഇല്ലില്ല, അവ ഇപ്പൊ ഒറ്റയ്ക്ക് വന്നതല്ലേ ഈ കണ്ടത്. കൂട്ടുകാരായിട്ട് പോകും, പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോ ഒറ്റയ്ക്ക് വരും. വീട്ടിലേക്ക് കൂട്ടുകാരനൊന്നും കയറ്റൂല? ഇല്ലില്ല, വല്ലതും ഉണ്ടെങ്കിൽ അടുത്തുണ്ട് വെച്ച് കൊടുക്കും തിന്നാൻ. പുറത്തുകൊണ്ടേ ഇട്ട് കൊടുക്കും. അല്ലേ ചേ, ഇപ്പൊ ഈ പറന്ന് നടക്കുന്ന സാധനത്തിന് എങ്ങനെ നിങ്ങളുമായിട്ട് ഇത്ര ഇണങ്ങിയത്? അതെ, ഒരു ചെറുതിൽ കിട്ടിയതാണ്. ആ കിട്ടിയപ്പോഴും ഞങ്ങൾ കൂട്ടിയിലിട്ട് വളർത്തി. കുയിലെന്നും പറഞ്ഞിട്ട് വളർത്തിയത്. അപ്പൊ പിന്നെ കാക്കയായി ഇപ്പൊ തുറന്നിടാൻ നോക്കിയപ്പോഴും ഇതിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളോട് ഇണങ്ങിയപ്പോ കളയാൻ പോയ സാധനത്തിന് ഇവര് പറഞ്ഞു ഇവിടെ നിന്നോട്ടെ എന്തായാലും. അങ്ങനെ കൂട്ടിയിലിട്ട് വളർത്തി. പിന്നെ ഇവനെ എൻ്റെ പിന്നാലെ നടക്കും, എവിടേക്ക് പോയാലും എൻ്റെ പിന്നാലെ വരും. മീൻ വാങ്ങാൻ പോയാൽ മീനിൻ്റെ അടുത്തേക്ക് വരും. അവര് മീനിട്ട് കൊടുക്കും. പിന്നെ അവര് മീനിട്ട് കൊടുത്തിട്ട് അവരെ കൊട്ടയിലും കയറിയിരിക്കും. അവര് വണ്ടിയുടെ മുമ്പിൽ കയറിയിരിക്കും. കയറി നിന്ന് കുറച്ചേടൊക്കെ അങ്ങോട്ട് പോകുക. പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവന് തോന്നും ഞാനിവിടെ നിൽക്കല്ലേ. അപ്പൊ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരും. ഞാൻ പിന്നിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണം. ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ തന്നെയാണ് മീനും ചോറും. പക്ഷെ ഇന്നിപ്പോ അവര് മീനിട്ട് കൊടുത്തായിരുന്നു അവന് വിശപ്പില്ല. ഇനിയിപ്പോ പോയി കഴിയുമ്പോ ഇവിടെ ഭയങ്കര ഇതായിരിക്കും, തലനോക്കലും. ഇപ്പൊ നിങ്ങൾ വരാറില്ല ആരും. ഞങ്ങൾ 3 പേരല്ലാണ്ട് വേറെ ഒരാളില്ലല്ലോ ഇവിടെ. ഒരാളെ കണ്ടാ പറ്റൂല. പുറത്തുള്ളതായ എന്നെ പുറത്തുള്ള ആര് വന്നാലും കൊത്തലാണ്. പുറത്തുനിന്ന് ആര് വന്നാലും അവൻ കയറ്റൂല.
പൊതുവെ നമ്മളൊക്കെ ഉണ്ടല്ലോ വീട്ടില് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും കാക്ക നമ്മുടെ നോട്ടം കാണുമ്പോഴേക്കും കാക്ക പാറിപ്പോ. പൊതുവെ എന്താ പറയുക, വീട്ടിലൊക്കെ ആരെന്തെന്നെ ആയാലും ഒരു വടി വെക്കും കാക്കനെ ആട്ടി വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ കാക്കനായിട്ട് പൊതുവെ ജനങ്ങൾക്ക് അറ്റാച്ച്മെന്റ് അത്രത്തോളം എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെയും കേട്ടിട്ടുമില്ല. പക്ഷെ നിങ്ങൾ ഈ കാക്കയായിട്ട് ഇത്രത്തോളം അറ്റാച്ച്മെന്റ്, അതും പുറത്ത് കൂടെ പറന്ന് നടക്കുന്ന സാധനം, നിങ്ങളൊരു കൂടില്ല കാര്യമില്ല ഒന്നുമില്ല, നേരെ അകത്ത് കയറി വരുന്നു, നിങ്ങളായിട്ട് ഇത്രയും പഴകണു, ഭക്ഷണം കഴിക്കാൻ പേൻ നോക്കുക, ഇതൊക്കെ ചെയ്യും ഇവിടെ കിടന്നിട്ട്. പക്ഷെ എങ്ങനെ ഇത്രത്തോളം അടുപ്പം വന്നു? അടുപ്പം എന്ന് പറഞ്ഞത് ഞാൻ എങ്ങും പോകാണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇവനെ മാത്രം സംരക്ഷിച്ച, എന്നാ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഇവനെ മാത്രം സംരക്ഷിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താ, ഇവന് ഞാൻ ഇത്തിരി നേരം എവിടേക്ക് നെയ്യിരണ എന്നെ അന്വേഷിച്ചിടക്കും. ഞാൻ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്കും പോവില്ല, ഈ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകുള്ളൂ. എന്നെ കണ്ടില്ലെങ്കിൽ അവൻ അന്വേഷിച്ച് ലോകം മുഴുവൻ നടക്കും. അതല്ലെങ്കിൽ ഇവിടുന്ന് ആക്കി പോവാനും എനിക്ക് സമാധാനമില്ല, ധൈര്യമില്ല. കാരണം എന്താ, ഇവനെ അന്വേഷിച്ച് വഴിതെറ്റി പോയെങ്കിലോ അത് ഓർത്തിട്ട് ഇവനെ ഒറ്റക്കെട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല. അവന്റെ വീടാണെന്ന് അവനക്കറിയാം, അവൻ എവിടെ പോയാലും ഇവിടെ വരും. നിങ്ങളെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഇല്ല. ഇപ്പൊ നിങ്ങളുടെ മോനും നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന അവനെ കൊത്തി ഓടിക്കും. അവര് വണ്ടി ഓടിച്ചിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇത്തിരി നേരം ഇവിടെ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊത്തി ഓടിക്കും. അപ്പൊ ഞാൻ പറയാം, അമ്മയ്ക്ക് മോനെ ആ കട്ടിലുമ്മ കിടക്ക പൊന്നെ, നമുക്ക് അവനവിടെ കിടന്നോട്ടെ. സമ്മതിക്കില്ല, അവനിവിടുന്ന് ഏൽപ്പിക്കും. കലശ എനിക്ക് മോനെ അത് സമ്മതിക്കില്ലടാ. അപ്പൊ അത് എനിക്കപ്പുറത്തേക്ക് പോകും. സ്വന്തം മോനെ വരെ ആട്ടി വിട്ടിട്ട് അതിങ്ങനെ അതിനോട് നിങ്ങൾക്കുള്ള ഒരു അറ്റാച്ച്മെന്റും നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, ഭയങ്കരം തന്നെ കേട്ടോ. ഇന്നേ വരെ ചേച്ചി ഞങ്ങളെ സമ്മതിച്ചു. കാരണം എന്താ വെച്ചാൽ ഇന്നേ വരെ കാക്കനെ ഇത്രത്തോളം ഇണക്കിയെടുത്ത ഒരാളെ കണ്ടിട്ടില്ല. ചിലപ്പോ കാക്ക വന്ന് ഇരിക്കുകയായിരിക്കും, ഭക്ഷണം കൊടുക്കുകയായിരിക്കും, അതങ്ങോട്ട് പാറിപ്പോ. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബട്ട് ഇത്രത്തോളം ഇതെന്താന്ന് വീട്ടിലെ വീട്ടിലൊരു അംഗന്മാരിയാണ്. വേറെ ഉമ്മാരാമെന്ന് ഈ പിണങ്ങി പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ആ തല കൊക്കി ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ണൊക്കെ കണ്ണെഴുതട്ടെ പിന്നെ കണ്ണെഴുതാനൊക്കെ ഇങ്ങനെ നിന്നേരും. കണ്ണെഴുതി കൊടുക്കും. ഇവര് കുറിയോടുമ്പോ കുറിയോട്ട് കൊടുക്കും. കുറിതൊറിലും കണ്ണെഴുതലൊക്കെ ഉണ്ട്. കണ്ണെഴുതാനൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ അവിടെ പ്രാർത്ഥിക്കുമ്പോ തോളി വന്നിരിക്കും. അവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോ പിന്നെ അമ്മ പ്രാർത്ഥിക്കട്ടെ കേട്ടോ എന്നെ എന്ന് പറയുമ്പോ ഇവിടെ വന്നിരിക്കും. തീർത്ത് അത് കഴിയുന്നവരെ അവിടെ ഇരിക്കും. കഴിക്കുമ്പോഴുണ്ടല്ലോ എന്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കും. പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന താഴ്ത്തിട്ട് കൊടുത്താലും തിന്നൊന്നുമില്ല. നമ്മുടെ പാത്രത്തിൽ നിന്ന് തന്നെ തിന്നണം. നമ്മ ഞാൻ എങ്ങനെ എടുത്താക്കി എണ്ണെടുത്ത് നീക്കിയാലും അവൻ സമ്മതിക്കൂല. അവനതിന് തന്നെ തിന്നണം. അപ്പം നമ്മ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു കൊടുക്കും. വലിയ പാത്രത്തിൽ ചോറ് കൊടുക്കും, അരിഞ്ഞ് വെച്ചു കൊടുക്കും. അരിഞ്ഞ് വെച്ചു കൊടുക്കുമ്പോൾ ആ കൂട്ടാനും മീൻ കഷ്ണം കൂടി കുഴച്ചു കൊടുക്കണം. എന്നാലും സമ്മതിക്കൂല. അപ്പം ഞാൻ കുഴച്ചത് മാത്രം തിന്നാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയും ദൈവമേ എന്താണ്ട് കാണിക്കുന്നു. അപ്പം ഞാനിത് വേഗം സിങ്കിൽ നിന്ന് വെള്ളം എടുത്ത് അവരെ പൊക്കും കഴിക്കും. ചോറെടുത്ത വെച്ചാൽ എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ തിന്നുന്നു. അപ്പം ഞാനിത് ചുണ്ട് കഴിച്ചിട്ട് വന്ന് തിന്നും. എന്ത് ചെയ്യാൻ പറ്റും? മറ്റു കാക്കകളുടെ മാതിരിയുള്ള വേസ്റ്റ് കഴിക്കലോ കാര്യമോ അത് ഒന്നും ഒരു പരിപാടി ഒന്നും തിന്നാൻ പോകില്ല. തല നോക്കൽ എങ്ങനെയാണ് ഇപ്പൊ? തല നോക്കണേ, ഞാനിവിടെ വന്ന് കിടക്കുമ്പോ എന്റെ മുടി കഴിച്ചിടും. എന്നിട്ട് പേനൊന്നല്ല, ആൾക്ക് അങ്ങനെ ഒരു ഇതാണ്. ആള് കൊക്കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കുത്തും. കുത്തുമ്പോ നമ്മ ഉറങ്ങിപ്പോവും കിടന്നു. അതാ തല നോക്കല. അവരെയും തല നോക്കി കൊടുക്കും. ഇവിടെ വന്ന് ടി വി ആണായിരിക്കുമ്പോ തോളിയിൽ വന്നിരിക്കും. പിന്നെ ഈ സ്റ്റൂൾ ഇട്ടിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ കണ്ണാടേ നോക്കൽ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന്റെ കാട്ടയം കണ്ടു കഴിഞ്ഞാൽ നേരം വെളുക്കാറാവും. ഏതാണ്ട് ഒരു പാതിര ഉറങ്ങും. കണ്ണാടി നോക്കിട്ട് മുഖമൊക്കെ നോക്കും. ഇവിടെ സ്റ്റൂൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒരു കളീന് ഇങ്ങനെ ചിറക് വിടർത്തിങ്ങാറ്റ് അവിടെ നിന്ന് ഒരു ഇറക്കിറങ്ങിയിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ. അതേമാതിരി തന്നെ കേസേന്ന് ഇവര് വണ്ടി പോയിട്ട് വന്നെങ്കിൽ ആദ്യം കേസേന്ന് തപ്പാ. ഇവര് രണ്ടുപേരെ കേസേലും കാശിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. കുടുംബശ്രീക്കാര് വന്നപ്പോ ഇങ്ങനെ പൈസ ഉണ്ടായിരുന്നു. ഇവ അവിടെ തക്കം നോക്കി നിന്നിങ്ങാണ്ട് ആ പൈസ എടുത്തോണ്ട് ഓടി. കൊമ്പിന്റെ അവരെ വാർക്കട മുകളിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് കീറിയൊന്നുമില്ല. പൈസ കീറണമൊന്നുമില്ല ആള്. എന്നിട്ട് പതുക്കേനെ മണിക്കുട്ടിയെന്ന് വിളിച്ച് അപ്പുറത്തൂടെ പോയി. ഞാൻ ഇപ്പുറത്തുനിന്ന് വിളിച്ച് അപ്പൊ ഒരു കടലാസ് ചുറ്റിക്കുട്ടിയാണ് ഇട്ടു. അപ്പൊ അത് ഓടിയൊന്നും എടുത്തപ്പോഴേക്കിനും അവര് പോയി ആ പൈസ എടുത്തു. വേണം കൈകാര്യം ചെയ്യാനല്ലേ. ഞാൻ വന്നതിൽ ഇപ്പൊ ഒളിഞ്ഞിരിക്കുകയാണല്ലേ ആള്. നോക്കണം അവിടെ ഇരുന്നിട്ട്.
നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടോന്നുള്ളതൊക്കെ നോക്കിയിരിക്കേ. അപ്പോ ഇത് മണിക്കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അവിടെ വെക്കേ. അപ്പൊ കുഴപ്പമില്ല, അത് കുഴപ്പമില്ലേ, ഞാനല്ലേ തരുന്നേ, അവിടെ വെക്കേ. അപ്പൊ ചെങ്ങന്മാരെ, പല ആളുകൾ പല ടൈപ്പിലുള്ള പെറ്റ്സിനെ വളർത്തുന്നത് കാണാം. ആ പെറ്റ്സുമായിട്ട് ഒരുപാട് ഇഴകി ചേർന്നിട്ടുള്ള ആളുകളെയും കാണാം. പൊതുവെ കാക്കകളോട് ആർക്കും അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇനി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണം കൊടുക്കുക, വരിക, പോവാന്ന് മാത്രമല്ല, വീട്ടിലെ ഒരു അംഗന്മാര്, 2 മക്കളിൽ 3ാമത്തെ മകനായിട്ട് ഒരു മണിക്കുട്ടീനെ വളർത്തുക. ആ മണിക്കുട്ടി സമയാസമയം അതിന്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുക, തിരിച്ചിങ്ങനെ വരിക, ഒപ്പം ഭക്ഷണം കഴിക്കുക, തല നോക്കി കൊടുക്കുക, അവരിൽ ഒരാളായിട്ട് കരയുക, തെറ്റുക, പിണങ്ങുക, അതേപോലെ തന്നെ ഇണങ്ങുക, സ്നേഹിക്കുക, കണ്ണാടി നോക്കിയിട്ട് അതിന്റെ പത്രാസ് കാണിക്കുക, ഒരു രക്ഷയില്ലാട്ടോ. ഇതൊക്കെ കൂടി കണ്ടിട്ട് ആ കൂടി വണ്ടടിച്ചിക്കാണ്. അപ്പൊ എന്തെന്നായാലും സുമതി ചേച്ചിയും നമ്മുടെ മണിക്കുട്ടിയായിട്ടുള്ള ഈ ഒരു അറ്റാച്ച്മെന്റ്, വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ആ ഒരു സ്നേഹം. കുറച്ചു നേരം മണിക്കുട്ടിനെ കാണാണ്ടാവുമ്പോഴേക്കും സുമതി ചേച്ചി സ്വന്തം മക്കൾ പോയാൽ അവരെത്ര ഇടങ്ങേറാവില്ല, അമ്മാരും കൂടെ ഇടങ്ങേറായിക്കുക. ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് കാണാണ്ടായപ്പോ, അപ്പൊ ഇവിടുന്ന് തെറ്റിപ്പോയ സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ടുണ്ടല്ലോ. സഹജീവികളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞും കേട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് അതൊന്നൊക്കെ അപ്പുറമാണ്. എന്താ പറയേണ്ട വാക്കുകൾ വരല്ല. ആ സഹജീവി സ്നേഹം പറഞ്ഞ സുമതി ചേച്ചി എന്തെന്നെ ആയാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാക്കാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങളും ആ മണിക്കുട്ടിയായിട്ടുള്ള ആ ബന്ധം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് വല്ലാണ്ട് ഇങ്ങനെ കൽബ് നിറഞ്ഞിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മൈനൂസ് വാഗ് എന്നുള്ള യൂട്യൂബ് ചാനലുകളായിട്ട് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത ഇതുപോലുള്ള സുമതി ചേച്ചി ഇതുപോലുള്ള പെറ്റ്സും നല്ല ബന്ധങ്ങളുമായിട്ടുള്ള നല്ല അറ്റാച്ച് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.